ഈ അവസാന ദിനം ഏത് തരത്തിലേക്കാണ് ഇപ്പോൾ അതായത് ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏത് തരത്തിലേക്ക് മുന്നണികൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു? അനുജ, LDF-ഉം UDF-ഉം PV അൻവറും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ആ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കണം. UDF-നെ സംബന്ധിച്ച് UDF 6 പഞ്ചായത്തുകളിൽ ലീഡുണ്ടാവും, വ്യക്തമായിട്ടുള്ള ലീഡുണ്ടാകും എന്നുള്ളതാണ് പ്രാഥമികമായി ഒരു കണക്കാക്കുന്നത്. അമരമ്പലത്ത് വോട്ട് കുറഞ്ഞാൽ പോലും അത് 6 പഞ്ചായത്തുകൾ കൊണ്ട് അതിനെ മറികടക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടലുള്ളത്. മൂത്തേടം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്താണ്. മുസ്ലിം ലീഗിന് ഏകദേശം ഒരു 2500 to 3000 വോട്ടുകളുടെ വരെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു ഭൂരിപക്ഷം മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സർക്കാരിനെതിരെയുള്ള വോട്ടുകളും മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള പാർട്ടി വോട്ടുകളും അത് കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതുമാണ് അവരുടെ ഒരു വിശകലനമുള്ളത്. LDF-നെ സംബന്ധിച്ച് പോത്തുകല്ലും കരുളായി, അതുപോലെ തന്നെ അമരമ്പലം മുനിസിപ്പാലിറ്റി, ഇങ്ങനെ 4 എണ്ണം കൂടെ നിന്നു. അവിടെ നിന്ന് ഒരു വ്യക്തമായിട്ടുള്ള ലീഡ് ഉണ്ടാകും. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞാലും ഇതുകൊണ്ട് മറികടക്കാവുന്ന തരത്തിലുള്ളതുണ്ടാകും. ഒപ്പം തന്നെ സ്വരാജ് ആയതുകൊണ്ട് തന്നെ പാർട്ടി അനുഭാവികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വോട്ടുകളും കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിജയ സാധ്യതയാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് അവർ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അമരമ്പലം പഞ്ചായത്തിൽ നിന്നുമാണ് അവരുടെ ഒരു കണക്ക് അതിലുമായി ബന്ധപ്പെട്ട് വരുന്നത്. PV അൻവർ ആകട്ടെ LDF-ൻ്റെയും UDF-ലെയും അസംതൃപ്തരുടെ വോട്ടുകളാണ് ഇപ്പോൾ കിട്ടുമെന്ന് പറയുന്നത്. ആദ്യം 75,000 വോട്ടുകൾ അടക്കം കിട്ടും എന്നുള്ളതായിരുന്നു PV അൻവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ PV അൻവറിൻ്റെ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ക്യാമ്പ് കരുതുന്നത് 25,000-ഓളം വോട്ടുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അതിൽ വഴിക്കടവാണ് അവർ പ്രധാനമായും വോട്ട് പ്രതീക്ഷിക്കുന്നത്. വഴിക്കടവ്, ഒപ്പം തന്നെ പോത്തുകൽ എന്നിവിടുന്നാണ് ചുങ്കത്തറ, ഈ 3 പ്രദേശങ്ങളിൽ നിന്നാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3000 to 3500-ഓളം വോട്ടുകൾ അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി PV അൻവർ മാറാനുള്ള ഒരു സാധ്യതയാണ്. ഇരു മുന്നണികളെ സംബന്ധിച്ചും അത് ആദ്യം മുതൽ തന്നെ ചർച്ചയാണ്. അപ്പോൾ ആ രീതിക്കാണ് ഇവരുടെ ഒരു പ്രാഥമിക കണക്കുള്ളത്. LDF-നെ സംബന്ധിച്ച ബൂത്ത് തല കണക്കുകൾ വന്നതിന് ശേഷമായിരിക്കും ഒരു അന്തിമ രൂപം അതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. മുന്നണികൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കണക്കുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള വോട്ട് ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രാഥമിക പരിശോധനയിൽ ഇവരൊക്കെ വിജയിക്കും എന്നുള്ളതിലേക്ക് തന്നെയാണ് എത്തുന്നത്. BJP-യെ സംബന്ധിച്ച് മലയോര വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ 2016-നെ സംബന്ധിച്ച് 2021-ലേക്ക് എത്തുമ്പോൾ BJP-ക്ക് വോട്ട് ശതമാനം കുറയുകയാണ് ഉണ്ടായത്. 7% നിന്ന് 4% കുറയുകയായിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ വോട്ട് പോവുകയാണെങ്കിൽ തന്നെ അത് ആരിലേക്ക് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ഇനിയുള്ള ഒരു രാഷ്ട്രീയ ചർച്ച തന്നെയായി മാറാം. ഇതാണ് ഇപ്പോൾ ഒരു പ്രാഥമിക കണക്കുകളായി വന്നിരിക്കുന്നത്. വിജയിക്കുമെന്നുള്ളത് തന്നെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂട്ടലും കിഴിക്കലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ചയാണ്.